മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ സിനിമാ മേഖലയിൽ നിന്ന് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തന്റെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയിരിക്കുന്നു. അദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ട് തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. PM ശ്രീ പദ്ധതി വന്നാൽ കേരളത്തിൽ പ്രളയം വരുമെന്ന് ചിന്തിക്കുന്നവർ ശ്രദ്ധിക്കുക. കേരളത്തിലെ ചില വിദ്യാലയങ്ങളിൽ അധ്യാപകർ തന്നെ ലഹരി, നമുക്കറിയാം ഈ അടുത്ത് പൊടിയൊക്കെ ആയിട്ട് പിടിച്ചിട്ടുള്ള അധ്യാപകരെ കുറിച്ചാണ് തുറന്നടിച്ചിട്ടുള്ളത്. അത് കൃത്യമായിട്ട് വിവരിച്ചുകൊണ്ട് തന്നെ കോട്ടു ചെയ്തുകൊണ്ട് അദ്ദേഹം കൃത്യമായിട്ട് എടുത്തു പറയുന്നു, ഏതായാലും അത്ര ദോഷം PM ശ്രീ പദ്ധതി കൊണ്ട് കേരളത്തിൽ ഉണ്ടാവില്ല, ഉറപ്പ്. ഒരു രഹസ്യം പറഞ്ഞു തരാം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷാ അഭിയാൻ PM ഉഷ പദ്ധതി കേരളത്തിൽ 2024 മുതൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിലൂടെ കേരളത്തിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൂടെ വികസനത്തിനായി 405 കോടി രൂപയുടെ കേന്ദ്ര സഹായം കേരളത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതാരും വിവാദം ആക്കിയില്ല, കാരണം പലരും ഇക്കാര്യം അറിഞ്ഞില്ല. 2022 ഇന്ത്യയിൽ തുടങ്ങിയ PM ശ്രീ പദ്ധതിയിൽ ഭൂരിഭാഗവും സംസ്ഥാനങ്ങളും ഒപ്പുവെച്ചല്ലോ. ഒപ്പുവെച്ച വിദ്യാലയങ്ങൾ തിരഞ്ഞെടുത്താൽ 1500 കോടി രൂപ കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുക്കും. കേരളത്തിലെ വിദ്യാലയങ്ങൾക്ക് ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് കേന്ദ്ര സർക്കാർ ഉയർത്തും. ഈ PM ശ്രീ പദ്ധതി അംഗീകരിച്ചാൽ ഹിന്ദി പഠിപ്പിക്കേണ്ടി വരുമോ എന്ന് ചിന്തിച്ച് തമിഴ്നാട് ഒപ്പുവെച്ചില്ല. എത്ര കോടികൾ തന്നാലും തമിഴ്നാട്ടിൽ ഹിന്ദി പഠിപ്പിക്കില്ല എന്ന് ഉറപ്പിച്ചു. ഈ പദ്ധതി നടപ്പാക്കി വിജയിപ്പിച്ചാൽ അതിന്റെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാർ BJP കൊണ്ടുപോകുമോ എന്ന ഭയത്താൽ മുമ്പ് ബംഗാൾ ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചില്ല. പക്ഷേ PM ശ്രീ എന്നതിന്റെ അർത്ഥം പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ്. എന്നാൽ പ്രധാനമന്ത്രി എന്ന് പേര് വരുമ്പോൾ മോദിജിയെ ആളുകൾ ഓർക്കും. സ്കൂളുകൾ ഇന്റർനാഷണൽ നിലവാരത്തിൽ ഉയർന്നാൽ PM എന്ന പേര് വെച്ച് അതിലൂടെ കേന്ദ്രവും BJPയും ആ വികസനത്തിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുമെന്ന് മുൻ മമതാജിയുടെ ബംഗാൾ സർക്കാർ പണ്ട് ചിന്തിച്ചു. അങ്ങനെയെങ്കിൽ ഇവിടെ മരണപ്പെട്ട എത്രയോ മുൻ മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, പ്രധാനമന്ത്രിമാരുടെ പേരിൽ എത്രയോ പദ്ധതികൾ, റോഡുകൾ, കെട്ടിടങ്ങൾ, പദ്ധതികൾക്ക് പേരിട്ടിട്ടുണ്ട്. എന്തിന്? ഒരു ബസ് ഷെഡ് ഉണ്ടാക്കിയാൽ പോലും MLA ഫണ്ട്, MP ഫണ്ട് എന്നും പറഞ്ഞ് പേരിടുന്നത് എന്തിന്? ഈ PM എന്ന് പേര് കേൾക്കുമ്പോൾ മോദിജിയെ ഓർക്കുന്നത് ഇപ്പോഴല്ലേ? ഇനിയും ഭാവിയെ എത്രയോ പ്രധാനമന്ത്രിമാർ വരാനുണ്ട് എന്നതല്ലേ സത്യം. ഏതായാലും നിലവിൽ തൃണമൂൽ കോൺഗ്രസ് ഭരണം നഷ്ടപ്പെട്ടതോടെ വെസ്റ്റ് ബംഗാൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുകയും അവർക്ക് 1500 കോടി വിദ്യാലയങ്ങളുടെ വികസനത്തിന് കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്തു. ലോക നിലവാരത്തിൽ വിദ്യാലയങ്ങളെ എത്തിക്കുക എന്നതാണ് PM ശ്രീ പദ്ധതിയുടെ ലക്ഷ്യം. കേരളത്തിലെ ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾക്ക് ഗുണം. കേരളത്തിന് ഇതിനായി 1500+ കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകും. ഇതിലൂടെ പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം, പാഠപുസ്തകം, ഫ്രീ എക്സാം, ഫീസ് ഫ്രീ, ജീവനക്കാരുടെ ശമ്പള വർധനവ്, എയർ കണ്ടീഷൻ ചെയ്ത ക്ലാസുകൾ ഒക്കെ ഉണ്ടാക്കുവാൻ ഈ പണം ഉപയോഗിക്കാം. അന്ധമായ രാഷ്ട്രീയം കളിച്ച് PM ശ്രീ പദ്ധതി നടപ്പാക്കാത്തവർ യഥാർത്ഥത്തിൽ പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ കിട്ടിയ അവസരമാണ് ഇല്ലാതാക്കുന്നത്. പദ്ധതിയിൽ ചേരാതിരുന്ന കേരളത്തിൽ ഇപ്പോൾ തന്നെ 3000 കോടിയുടെ നഷ്ടം ഉണ്ടായേ. രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്താകെ 14500 PM ശ്രീ വിദ്യാലയങ്ങളുടെ വികസനമാണ് വിഭാവനം ചെയ്യുന്നത്. 47360 കോടി രൂപയാണ് പദ്ധതി ചെലവ്. നിലവിൽ ഇതിലെ 28000 കോടിയുടെ വികസനം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായേ. വാൽകഷ്ണം. PM ശ്രീ പദ്ധതിയിൽ പണ്ടത്തെ അക്ബറിന്റെ ഭരണപരിഷ്കാരം, ഹുമയൂണിന്റെ ഭരണപരിഷ്കാരം, ഔറംഗസീബിന്റെ ഭരണപരിഷ്കാരം, മുഗളന്മാരുടെ ഹീറോ ചമയൽ, അവരുടെ തള്ളുകഥകൾ ചിലപ്പോൾ അധികം ഉണ്ടാവില്ല. പക്ഷെ മോഡേൺ ഇന്ത്യയുടെ
വികസനത്തെക്കുറിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കും. കേന്ദ്രത്തോട് ചേർന്ന് നിന്ന് ഇനിയെങ്കിലും കേരളം സമ്പന്നമാകട്ടെ. ഇനിയെങ്കിലും ഓവർ രാഷ്ട്രീയം കളിക്കൽ, വോട്ട് ബാങ്ക് പ്രീണനം അവസാനിപ്പിച്ച് ബുദ്ധിപൂർവം പെരുമാറുക. കൃത്യമായിട്ട് സന്തോഷ് പണ്ഡിറ്റ് സിനിമാ മേഖലയിൽ നിന്ന് നട്ടെല്ല് നിവർത്തിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് സാധാരണക്കാർക്ക് ഗുണമുണ്ടെങ്കിൽ അത് ഗുണമുണ്ട് എന്ന് പച്ചക്ക് വിളിച്ചു പറയുന്ന സിനിമാ മേഖലയിലെ വിരലിലുണ്ടാവുന്നവരിൽ പ്രധാനിയാണ് ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ കണ്ടുപഠിക്കണം മറ്റ് സിനിമാ മേഖലയിലെ ആളുകള്. നിങ്ങളൊക്കെ എന്തിനാണ് മോദി ഒരു പദ്ധതി കൊണ്ടുവരുമ്പോഴേക്ക് അടച്ചങ്ങ് ആക്ഷേപിക്കുന്നത്? തലസ്ഥാന നഗരിയിൽ മോദിക്കെതിരെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് എന്തിനാണ് നിങ്ങൾ ടിക്കറ്റ് ഉൾപ്പെടെ എടുത്ത് അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നത്? റഫയിലേക്ക് നോക്കൂ എന്ന് പറയുന്നത് പോലെ തന്നെ മോദിക്കെതിരെ നിങ്ങൾ എന്തിനാണ് നമ്മുടെ കേരളത്തിൽ തിരിയുന്നത്? ലളിതമായ ചോദ്യമാണ്. തലസ്ഥാന നഗരിയിൽ പുതുതലമുറയിൽപ്പെട്ട ആളുകൾ കലാപം നടത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് എന്തിനാണ് സിനിമാക്കാർ മത്സരിച്ച് പിന്തുണച്ചിരുന്നത്? ആ സമയത്തും സന്തോഷ് പണ്ഡിറ്റ് തന്റെ നിലപാട് പ്രഖ്യാപിച്ചിരുന്നു. പണം വാങ്ങിയിട്ട് ഉൾപ്പെടെയാണ് പലരും ഇത്തരത്തിൽ പോകുന്നത് എന്ന് തുറന്നടിച്ചിട്ടുണ്ട് അദ്ദേഹം. ഈ സിനിമാക്കാർക്ക് തലസ്ഥാന നഗരിയിലെ തിരുവനന്തപുരത്ത് PSUമായിട്ട് സമരം ചെയ്യുന്നവരുടെ അടുത്തേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല? ഇതൊക്കെ സാധാരണക്കാരുടെ സംശയങ്ങളാ. സാധാരണക്കാർ ഇതൊക്കെ തന്നെ കണ്ടോണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മലയാളികൾ ഉള്ളത് കൊണ്ടാണ് സിനിമാ മേഖലയിലെ നടന്മാരുണ്ടാവുന്നത്. റഫയിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഓടിയിട്ട് എന്ത് കാര്യം? അതേപോലെ തന്നെ ഡൽഹിയിലേക്ക്, തലസ്ഥാന നഗരിയിലേക്ക് ഓടിയിട്ട് എന്ത് കാര്യം? അതായത് മലയാളികൾ ഇവിടെ PSU ഒക്കെ ആയി ബന്ധപ്പെട്ട്, നിയമനമൊക്കെ ആയി ബന്ധപ്പെട്ട് വലിയ സമരങ്ങൾ ജനാധിപത്യ രീതിയിൽ നടക്കുന്നു. അവരുടെ അടുത്തേക്ക് പോയിട്ട് ഏതെങ്കിലും ഒരു സിനിമാക്കാരൻ ഐക്യദാർഢ്യം അറിയിച്ചോ? ലളിതമായ ചോദ്യം. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കേരളത്തിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? വളരെ ലളിത. ഈ LDF സർക്കാർ ആണെങ്കിലും UDF സർക്കാർ ആണെങ്കിലും രാജ്യത്ത് പ്രധാനമന്ത്രി PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് അതങ്ങ് സ്വീകരിച്ച് കേരളത്തിൽ അങ്ങ് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഒരു 50% കേരളത്തിലെ ഏത് സർക്കാരാണെങ്കിലും അവർക്കും അതിന്റെ ഗുണം ലഭിക്കായിരുന്നു. ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ സർക്കാർ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വലിയ പദ്ധതി കൊണ്ടുവന്നു. പലതും ഇവിടെ നാഷണൽ ഹൈവേക്ക് പോലും ബോർഡ് വെക്കുന്ന ആളുകളാണല്ലോ നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ PM ശ്രീ പദ്ധതിയുടെയും ഗുണം UDFനും LDFനും ഒക്കെ തന്നെ തട്ടിപ്പ് നടത്തി എടുത്ത് മുന്നോട്ട് പോവാൻ സാധിക്കായിരുന്നു, ജനങ്ങൾക്കിടയിൽ ഗിമ്മിക്കൊക്കെ കാണിച്ചിട്ട്. ഇതിപ്പോ രണ്ട് കൂട്ടരും കൂടി അങ്ങ് എതിർത്തതോട് കൂടിയിട്ട് യഥാർത്ഥത്തിൽ BJPക്കാർക്ക് പണി കുറഞ്ഞു. അതല്ലെങ്കിൽ PM ശ്രീ പദ്ധതി എന്താണെന്ന് ബൂത്ത് തലം മുതൽ ഓരോ BJP നേതാക്കന്മാരോ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള BJP നേതാക്കന്മാർ രംഗത്തെത്തിയിട്ട് കവലപ്രസംഗം നടത്തേണ്ടിയിരുന്നു. PM ശ്രീ പദ്ധതി എന്താണ്, എങ്ങനെയാണ് അത് ഗുണമുണ്ടാവുക എന്നുള്ളത്, അത് ആരാണ് കൊണ്ടുവന്നത് എന്നും നിരന്തരം പറയേണ്ടിയിരുന്നു. എന്നാൽ ഇതിപ്പോ LDF UDF അതങ്ങ് എതിർത്തതോട് കൂടിയിട്ട് സിനിമാ മേഖലയിൽ നിന്ന് വിവേകമുള്ള ആളുകളൊക്കെ തന്നെ രംഗത്തെത്തിയിട്ട് പറയുന്നു, ഇത് മോദി സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്, രാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കി കഴിഞ്ഞു, ഇനി നടപ്പിലാക്കാനുള്ളത് കേരളത്തിലാണ്. കേരളത്തിൽ സാധാരണക്കാരുടെ മക്കൾക്ക് വലിയ സൗകര്യങ്ങൾ ലഭിക്കുന്നതിനെതിരെയാണ് UDFും LDFും തുനിഞ്ഞിറങ്ങിയത് എന്ന് നിരന്തരം ഇപ്പൊ കേരളത്തിൽ ചർച്ചയാവുന്നു. PM ശ്രീ എന്താണെന്ന് കേരളക്കര ഒന്നാകെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. UDFും LDFും ഈ പദ്ധതിയെ എതിർത്തത് യഥാർത്ഥത്തിൽ BJPക്ക് വലിയ BJPക്ക് വലിയ വളർച്ചയാണ് കേരളത്തിൽ ഇതിലൂടെയൊക്കെ ഉണ്ടാവുന്നത്. കാരണം മോദി സർക്കാർ മതം നോക്കാതെ, ഇവിടെ എല്ലാം മതം എന്നാണല്ലോ പറയാറുള്ളത്. മോദി അങ്ങനെ ചെയ്തു, ഇങ്ങനെ കൃത്യമായിട്ട് കേട്ടുകൊള്ളൂ. ഒരു മതവും നോക്കാതെ, ഒരു വർണ്ണവും നോക്കാതെ, ഒരു രാഷ്ട്രീയവും നോക്കാതെ കേരളത്തിലെ സാധാരണക്കാരുടെ മക്കൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് കേന്ദ്രം കൊടുക്കുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് ഓരോ മൗദൂദികളെയും സുഡാപ്പികളുടെയൊക്കെ കാലിമ്പൽ പോയിട്ട് UDFും LDFും ഒക്കെ കാല് പിടിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതല്ലേ ഈ യാഥാർത്ഥ്യം. ഇതൊക്കെ മലയാളികൾ തിരിച്ചറിയാം. ഇവിടെയുള്ള ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനും ഒക്കെ തിരിച്ചറിയാം.
ഇവിടെ എല്ലാ മതത്തിലുള്ള ആളുകളും തിരിച്ചറിയാം, നരേന്ദ്രമോദി സർക്കാർ പുതുതലമുറയെ വാർത്തെടുക്കുന്നത് അദ്ദേഹത്തിന്റെ വികസിത രാജ്യം എന്ന ആ സ്വപ്ന പദ്ധതിയിലേക്ക് വേണ്ടിയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സർക്കാർ വിദ്യാലയങ്ങളെ ഉയർത്തുന്നത് എന്നൊക്കെ തന്നെ വിവേകമുള്ള സകല മനുഷ്യരും തിരിച്ചറിയാം. മോദി സർക്കാരിന് കൈയടിക്കുക. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് സന്തോഷ് പണ്ഡിറ്റൊക്കെ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. വിവേകമുള്ള ഓരോ മനുഷ്യരും പറയുന്നു മോദി സർക്കാർ ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഇതിനെന്തിനാണ് UDF LDF ഒക്കെ കടക്കൽ കത്തിവെക്കുന്നത്? ഇത് നിങ്ങൾ കേരള ജനതയോട് ചെയ്യുന്ന അനീതിയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.